SFIയുടെ കൊടികെട്ടിയ മുളവടി കൊണ്ട് തലക്കടിച്ചുവെന്നാണ് KSUവിന്റെ ഒരു പ്രവർത്തകർ ഇന്നലെ ഗുരുതരമായി പരിക്കേറ്റിരുന്നു. റിബിൻ പറയുന്നത് 30ഓളം SFI പ്രവർത്തകർ ചേർന്നാണ് മർദ്ദിച്ചത്. നട്ടലിന് പരിക്കേറ്റ റിബിൻ ഇപ്പോൾ തലശ്ശേരി ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിൽ ചികിത്സയിലാണ്. തൊട്ടട ITI KSU യൂണിറ്റ് പ്രസിഡന്റാണ് റിബിൻ. ഇന്നലെയായിരുന്നു മണിക്കൂറുകൾ നീണ്ട വലിയ സംഘർഷം കോളേജിലുണ്ടായത്. അവിടെയുള്ള പുറത്തു നിന്നുള്ള SFIയുടെ ഗുണ്ടകളും ഫോളിയിൽ SFIക്കാരും ചേർന്നിട്ടായിരുന്നു എന്നെ അടിക്കുന്നത്. അപ്പോഴും എന്റെ തലക്ക് മുളവടി കൊണ്ട്, അവരുടെ കൊടികെട്ടിയ മുളവടി കൊണ്ട് തലക്കടിക്കുകയും നീ ചത്തിട്ടില്ലടാ എന്ന് ചോദിച്ചിട്ട് വീണ്ടും എന്നെ 10-15 പേർ വന്നിട്ട് വീണ്ടും തല്ലുന്നു, കാലിന് ചവിട്ടുന്നു. അവരെ ഷൂ, ചെരുപ്പ്, ബൂട്ട് കൊണ്ടൊക്കെ കഴുത്തിനും കാലിനും മാത്രമായിട്ട് തെരഞ്ഞുപിടിച്ച് ചവിട്ടുന്ന സാഹചര്യം. എന്നിട്ട് ബോധം പോയതിനു ശേഷം എന്നെ പോലീസുകാർ ആരാണെന്ന് എടുത്തുകൊണ്ട് പോയെന്നറിയില്ല. ഫെലിക്സ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചെയ്യുന്നുണ്ട്. ഫെലിക്സ്, കണ്ണൂരിലെ ഒരു കോളേജിൽ അല്ലേ KSU ഒരു പറയുമ്പോൾ തന്നെ അത് നമുക്ക് അതിൽ വലിയ അത്രയും കൗതുകമുണ്ട്. മാക്സിമം ഒരു 10-15 KSUക്കാരുണ്ടായിരുന്നു. പക്ഷെ എന്നാലും പൊരിഞ്ഞ തല്ലായിരുന്നു ഇന്നലെ കണ്ടത്. ഈ റിബിന്റെ ആരോഗ്യാവസ്ഥ എങ്ങനെയാണ് ആദ്യം ഫെലിക്സ് അത് പറയും? ആര്യ, ഇപ്പോൾ ഈ പുറത്തു വന്ന ദൃശ്യങ്ങൾ, ഇന്നലെ SFI പ്രവർത്തകർ പറഞ്ഞത് തങ്ങൾ റിബിനെ അങ്ങനെ മർദ്ദിച്ചിട്ടില്ല എന്നതാണ്. പക്ഷേ ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അതായത് SFIയുടെ കൊടി കെട്ടിയ വടികൊണ്ടാണ് ഈ പ്രവർത്തകർ ആ റിബിനെ നിലത്തിട്ട് അടിക്കുന്നത്. നിലത്തിട്ട് ചവിട്ടുകയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. റിബിൻ മാത്രമാണ് ആ സ്ഥലത്ത്. അതായത് ഈ ദൃശ്യങ്ങൾ കാണുന്നത് ITIക്കുള്ളിലാണ്. അതായത് സംഘർഷം ITIക്ക് പുറത്ത് നടക്കുമ്പോഴാണ് ITIക്കുള്ളിൽ റിബിൻ ഉണ്ടായിരുന്നത്. അപ്പോൾ റിബിൻ ഒറ്റയ്ക്കായിരുന്നു ഉണ്ടായിരുന്നത്. ആ സമയത്താണ് SFI പ്രവർത്തകർ കൂട്ടമായി ചേർന്ന് റിബിനെ മർദ്ദിക്കുന്നത്. അങ്ങനെ അതിക്രൂരമായ മർദ്ദനമേറ്റു. നട്ടലിനാണ് പരിക്കേറ്റത്. നട്ടലിന് പരിക്കേറ്റ റിബിൻ ആ സമയത്ത് ബോധരഹിതനായി. പിന്നീട് പോലീസാണ് അവിടെ എത്തിയത്. അവിടെ ഈ അക്രമം നടക്കുന്ന സമയത്ത് അക്രമം നടന്ന് തീർന്ന് എല്ലാവരും പിരിഞ്ഞുപോയി. അപ്പോൾ റിബിൻ അവിടെ നിലത്ത് കിടക്കുകയായിരുന്നു. ആ സമയത്താണ് പോലീസ് അവിടെ എത്തി റിബിനെ അവിടെ നിന്നും തൂക്കിയെടുത്ത് ആശുപത്രിയിലേക്ക് എത്തിച്ചത്. വളരെ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ചു. തുടർന്ന് നട്ടലിന് പരിക്കേറ്റിട്ടുണ്ട്. കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും ഇപ്പോൾ തലശ്ശേരി ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രി റിബിനെ മാറ്റിയിട്ടുണ്ട്. റിബിന്റെ പരിക്ക് ഗുരുതരമാണ്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ SFI പ്രവർത്തകർക്കെതിരെ വധശ്രമത്തിന് പോലീസ് കേസെടുത്തിട്ടുണ്ട്. SFIയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സഞ്ജീവ് അടക്കം ഉള്ള നേതാക്കൾക്കെതിരെയാണ് വധശ്രമത്തിന് കേസെടുത്തിട്ടുള്ളത്. അപ്പം SFI പ്രവർത്തകന് പരിക്കേറ്റിരുന്നു. അതിലിപ്പോൾ KSU പ്രവർത്തകർക്കും സമാനമായ രീതിയിൽ വധശ്രമത്തിന് കേസെടുത്തിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ സംഘർഷമാണ് ഇന്നലെ അരങ്ങേറിയത്. അതിക്രൂരമായ മർദ്ദനം, മണിക്കൂറുകൾ നീണ്ട സംഘർഷം. ഇന്നലെ അത്രയും വലിയ അടിയും ദൃശ്യങ്ങൾ ഉണ്ടായിട്ടും ചില നേതാക്കൾ ക്യാമറയുടെ മുമ്പിൽ വന്ന് പറഞ്ഞത് നിങ്ങൾ കണ്ടില്ലേ, നമ്മളൊന്നും ചെയ്തില്ല, അവരിങ്ങോട്ട് പ്രകോപനം ഉണ്ടാക്കിയതെന്നൊക്കെയാണ്. തൊട്ടപ്പുറത്ത് നമ്മൾ ഈ പറയുന്ന ആള് വട്ടം കൂടിയിരുന്ന് അടിക്കുന്നതും റോട്ടിലിട്ട് ചവിട്ടുന്നതും ഒക്കെ കണ്ടാണ്. അപ്പോൾ ക്രൂരമായി മർദ്ദിക്കുകയും പിന്നെ ഞങ്ങളൊന്നും ചെയ്തില്ലേ എന്ന് പറഞ്ഞ് നുണ പറയുന്നതും ഇന്നലെ കണ്ടാണ്. ഇപ്പോൾ അനിശ്ചിതകാലത്തേക്ക് അടച്ചിട്ടിരിക്കുകയാണല്ലോ ഈ കോളേജ്. അതെ, KSU പലയിടങ്ങളിലും അത്തരത്തിൽ ക്യാമ്പസുകളിൽ പ്രതിഷേധവും അറിയിക്കുന്നുണ്ട്. ഇത് കോളേജ് ബാക്കിയുള്ളവർക്ക് പഠിക്കണമല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഇനി തുറക്കാനുള്ള സാധ്യതകൾ എങ്ങനെയാണ്? അവിടെ ഏതെങ്കിലും രീതിയിൽ ഒരു രമ്യതയിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ടോ? ദിവിഷ്, കണ്ണൂർ ITIയിൽ അടുത്തിടെയായി തുടർച്ചയായി സംഘർഷങ്ങൾ നിലനിൽക്കുന്നു എന്നതാണ്. SFIക്ക് സമഗ്ര ആധിപത്യമുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്. അവിടെ 3 മാസം മുമ്പാണ് KSU യൂണിറ്റ് രൂപീകരിച്ചത്. അതിനുശേഷം തുടർച്ചയായി വിദ്യാർത്ഥികൾക്ക് അടി കിട്ടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ABVP അവിടെ യൂണിറ്റ് ഇട്ടു. ആ സമയത്ത് അവർക്കും മർദ്ദനമേറ്റു. അപ്പോൾ അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഇനിയിപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് സംബന്ധിച്ച് ഒരു സർവകക്ഷി യോഗം ചേരാനാണ് ഇപ്പോഴത്തെ തീരുമാനം. വെള്ളിയാഴ്ച സർവകക്ഷി യോഗം ചേരും. ആ യോഗത്തിന് ശേഷം മാത്രമാണ് കോളേജ് തുറക്കുന്ന കാര്യത്തിലും തുറന്നാൽ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന കാര്യത്തിലും ഒരു വ്യക്തത ഉണ്ടാകുകയുള്ളൂ. ഇപ്പോൾ അവിടെ നിലവിൽ SFIയുടെ കൊടികൾ മാത്രമേ അവിടെയുള്ളൂ. മറ്റ് സംഘടനകളുടെ കൊടി ഒന്നും തന്നെ ഇല്ല. നേരത്തെ KSU ഒരു കൊടി മരം കഴിഞ്ഞ ദിവസം സ്ഥാപിച്ചിരുന്നു. പക്ഷേ അത് പിറ്റേ ദിവസം അവിടെ കാണാനില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ തുടർച്ചയായി ഇങ്ങനെ സംഘർഷം തുടരുന്നൊരു പശ്ചാത്തലത്തിൽ ഇനി എങ്ങനെ മുന്നോട്ട് പോകണമെന്ന കാര്യത്തിൽ സർവകക്ഷി യോഗം ചേരട്ടെ. ആ യോഗത്തിന് ശേഷം എല്ലാ സംഘടനകളെയും വിളിക്കും. എല്ലാ വിദ്യാർത്ഥി സംഘടനകളെയും വിളിച്ചു വരുത്തി, ഒപ്പം മറ്റ് കക്ഷികളുടെ നേതാക്കളെയും വിളിച്ചു വരുത്തി ആ യോഗത്തിലെ ചർച്ചയ്ക്ക് ശേഷം മാത്രം തുറന്നു കൊടുക്കുകയും പിന്നീട് മുന്നോട്ട് പോകേണ്ട എങ്ങനെയെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുകയും ചെയ്യും എന്നതാണ് ഇപ്പോൾ പോലീസ്. യുദ്ധത്തിന് സമാനമായ രീതിയിലാണ് ഇന്നലെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ അകത്ത് വിദ്യാർത്ഥികൾ തമ്മിലടിച്ചത്.